കഞ്ചാവ് വേട്ടയ്ക്ക് പോയ പോലീസ് സംഘം അട്ടപ്പാടി വനത്തിൽ കുടുങ്ങി. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഇവർ തിരികെ എത്തിച്ചു. അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 14-അംഗ സംഘമാണ് കഴിഞ്ഞ ഒരു രാത്രി വനത്തിൽ കുടുങ്ങിയത്. വനത്തിലെത്തിയ റെസ്ക്യൂ സംഘമാണ് ഇന്ന് പുലർച്ചെയോടെ കുടുങ്ങിക്കിടന്ന ഉദ്യോഗസ്ഥരെ തിരികെ എത്തിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് കഞ്ചാവ് തോട്ടത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നശിപ്പിക്കുന്നതിന് വേണ്ടി അധികൃതർ കാട് കയറിയത്. ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോയത്. ഡിവൈഎസ്പി അടക്കം 8 പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പിലെ 5 ജീവനക്കാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഭവാനിപ്പുഴക്കടുത്ത് മല്ലീശ്വരൻമുടിയോട് അനുബന്ധിച്ച് വിദൂര ഊരായ മുരുകളക്കും ഗൊട്ടിയാർക്കണ്ടിക്കുമിടയിലുള്ള വനത്തിലാണ് സംഘം കുടുങ്ങിയത്. കഞ്ചാവ് തോട്ടം നശിപ്പിച്ച് തിരിച്ചിറങ്ങുന്നതിനിടെ സംഘം വഴിതെറ്റി മുരുകള ഊരിന് മുകളിലുള്ള പാറക്കെട്ടിലേക്ക് എത്തുകയായിരുന്നു. രാത്രിയായതോടെ വഴി തിരിച്ചറിയാൻ സാധിക്കാതെ കുഴയുകയായിരുന്നു. അതേസമയം വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നതിനാൽ കുടുങ്ങിയ വിവരം അധികൃതരെ അറിയിക്കുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പതിവ് പരിശോധനയ്ക്ക് പോയതാണ്. ജോലി കഴിഞ്ഞപ്പോൾ വൈകിപ്പോവുകയായിരുന്നു. ആ സമയത്ത് ദിശ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. വളരെ ചെങ്കുത്തായ പ്രദേശമാണ് ഇത്. പുലർച്ചെ അതിരാവിലെ പുറപ്പെട്ടെങ്കിലും ഇറങ്ങി വന്നപ്പോൾ വൈകുകയായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്ക്യൂ സംഘം 1 മണിയോടുകൂടി ഇവിടെ എത്തുകയും ചെയ്തു. തുടർന്ന് GPS ഒക്കെ ഉപയോഗിച്ചും ഇവരുടെ സഹകരണത്തോടെ മടങ്ങിയെത്തുകയായിരുന്നുവെന്നും ഡിവൈഎസ്പി ജയകൃഷ്ണൻ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.